ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ മാമിക്കുട്ടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഞങ്ങളൊരു കാട മസാല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാട പൊരിച്ചെടുക്കാനുള്ള മസാല ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ട് മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ ചിക്കൻ മസാല കൂടി വേണം കേട്ടോ. അപ്പം മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ചിക്കൻ മസാല ഇട്ടു. ഇനി ആവശ്യത്തിന് നീരിന് നമ്മളൊരു നാരങ്ങയുടെ മുറി പിഴിഞ്ഞെടുക്കണം കേട്ടോ. മസാലയിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ഇടണം. അതേപോലെ തന്നെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചൊന്ന് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാടയുടെ മേല് പിടിക്കാനുള്ളതാണ്, അതായത് വറുത്തെടുക്കാനുള്ള കാടയുടെ മേല് തേക്കാനുള്ള. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 കാടയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ 3 കാട നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് മസാല തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം 10-15 മിനിറ്റ് ശേഷം നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് സമയമില്ല, നമ്മൾ രാത്രിയാണ്. അപ്പോൾ എത്ര സമയം എടുത്തു വെക്കാൻ പറ്റുമോ അത്രയും നല്ലത്, കാരണം മസാല നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ ഇനി പൊരിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു അല്ലി കറിവേപ്പില മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കാട വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാട പൊരിച്ചെടുക്കാനുള്ള സമയമായി. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നു. നമ്മൾ ഓരോ കാടകളും ഇനി ചട്ടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. കാടയാണ്, അപ്പോൾ അത്ര വലിയ സമയമൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പരിപാടി കഴിയും. അതിനുശേഷം നമുക്കൊരു മസാല കൂടി ഉണ്ടാക്കണം. അപ്പോൾ കാടയുടെ പൊരിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാല കൂടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാട ഏകദേശം എന്തായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാട ഇനി മാറ്റി വെക്കാം കേട്ടോ. ഇനി കാടയിലേക്ക് ഉള്ള മസാല ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ. ഏകദേശം 100 ഗ്രാമിൻ്റെ അടുത്ത് ഉള്ളി ഉണ്ടാവും. നേരെ നമ്മൾ ഉപ്പ് കൂടി ഇടുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പിട്ടു, ചെറിയ ഉള്ളി ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി 2 തക്കാളി, അരിഞ്ഞെടുത്ത തക്കാളി, ഒരു 6 പച്ചമുളക് കൂടി എന്ത് ചെയ്യാണ്, അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു അരമുറി ക്യാപ്സിക്കം കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇട്ടു. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പൊടികൾ ഇടാൻ പോവുകയാണ് കേട്ടോ. ഇനി മഞ്ഞപ്പൊടി 2 ടീസ്പൂൺ കേട്ടോ. 2 ടീസ്പൂണ് മഞ്ഞപ്പൊടി. ആവശ്യത്തിന് മുളക് പൊടി, ഏകദേശം 1 ടീസ്പൂൺ എടുത്തേ മഞ്ഞപ്പൊടി ഉണ്ടാവുള്ളൂ. നമ്മൾ പാക്കറ്റിന്റെ അവസാനത്തെ അതാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, ചിക്കൻ മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇടുകയാണ് കേട്ടോ. നമ്മളിനി കുരുമുളക് പൊടിക്ക് ശേഷം നമ്മൾ ഗരം മസാല, അതേപോലെ തന്നെ വലിയ ജീരകത്തിന്റെ പൊടി കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പൊടികളുടെ എണ്ണം ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പൊ അവസാനമായിട്ട് കുരുമുളക് പൊടി ശേഷം ഗരം മസാലയും അതേപോലെ തന്നെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ കാട നേരത്തെ വെച്ചതിൽ ചെറിയൊരു മസാല ഉണ്ടായിരുന്നു കേട്ടോ. ആ മസാല കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മസാല ഏകദേശമായി. നമ്മൾ അവസാന ഘട്ടത്തിലെ ഒരു അല്ലി കരിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ കാട ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പതുക്കെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കാടമുട്ട നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതും കൂടെ നമുക്ക് ഈ ഒരു കാടയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോഴല്ല, നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരണം. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാടമുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ ആ കാട നമ്മുടെ മസാലയിൽ കിടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റിക്ക് ഞങ്ങള് ഒരു മുറി തേങ്ങ എന്ത് ചെയ്തു, ചിരകി എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് ആ പാല് നമ്മുടെ ആ കാട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടിയിട്ട്. എവിടെയും ഞങ്ങൾ കാട മസാലയിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നോക്കിയതാണ്. അത് വിജയിച്ചു കേട്ടോ, നല്ല രീതിയിൽ വിജയിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലിന്റെ ആ ഒരു ഇത് കൂടി ചേർന്നപ്പോൾ മസാലയുടെ കളറ് മാറി, അതേപോലെ തന്നെ നല്ല രുചിയും കിട്ടിയിട്ടോ. അങ്ങനെ നമ്മുടെ കാട മസാല ഏകദേശം മൂത്ത് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാടമുട്ട ഇതിലേക്ക് ചേർക്കേണ്ട സമയം ഇപ്പോഴാണ്. നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാടമുട്ട കൂടി ചേർക്കുകയാണ്. നമ്മൾ 5-6 കാടമുട്ടയേ ഉള്ളൂ. അപ്പൊ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടികൾ ഏകദേശം എന്ത് ചെയ്തു, കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കാടമുട്ട ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കാടമുട്ട നമ്മൾ ഓൾറെഡി പുഴുങ്ങിയതായത് കൊണ്ട് തന്നെ ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അവസാനമായിട്ട് നമ്മുടെ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് അങ്ങോട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ കാട മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല, ചോറിന്റെ കൂടെയാണ് നമ്മൾ ആ കാട കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കല് രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചോറ് വിളമ്പി നമ്മളിനി നമ്മുടെ ചോറിലേക്ക് നമ്മുടെ വിഭവം, നമ്മുടെ കാട മസാല നമ്മൾ എന്ത് ചെയ്യാണ്, വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എടുക്കാനുള്ള കാട ഉണ്ടായിരുന്നില്ല, 3 കാടയേ ഉള്ളൂ, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളത് പോലെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കാടമുട്ട കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായില്ലത്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാണ് നമ്മുടെ കാട മസാല. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.